ഞങ്ങൾ ഒരാളെ സഹായിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് പണി ചെയ്തു പറയണ കേൾക്കണം, ആദ്യം മനസ്സിലാക്കണം. ഞങ്ങളെല്ലാ ഗ്രൂപ്പിലുള്ള എല്ലാരും കൂടെ ആയിട്ട് 1,00,000 രൂപ എടുത്തിട്ട് അവരുടെ വീട് തിരിച്ചെടുത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനുള്ള ഫണ്ടൊക്കെ, നിങ്ങളുടെ ഫണ്ട് എങ്ങനെയാ വരുന്നത്? ഞങ്ങളെ ഫണ്ടും കൊണ്ടുപോലെ പറഞ്ഞു. ഞങ്ങൾക്ക് ട്രസ്റ്റിന്റെ അതിന്റെ ഒരു ലോണുണ്ട്. ഈ ലോൺ എവിടുന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഏത് ബാങ്കാണ് അത്? ബാങ്കൊന്നും എനിക്കറിയത്തില്ല, ഞങ്ങളുടെ ഗ്രൂപ്പിൽ പോകണം. അപ്പൊ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റിയത് ശരിക്കും പറഞ്ഞാൽ ഒന്നാം തരം ഒരു തട്ടിപ്പിന് ഇരയായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൊല്ലം ജില്ലയിലെ വെളിയം സ്വദേശിയായ രാജി എന്ന വീട്ടമ്മയുടെ വീടിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ശരിക്കും ഈ വീടും പുരയിടവും ഇന്ന് രാജി എന്ന വീട്ടമ്മയ്ക്ക് സ്വന്തമല്ല. ചോളമണ്ഡലം ഫിനാൻസിൽ നിന്ന് 2021 ഒരു ഹോം ലോൺ എടുത്തത്. ഈ ഹോം ലോൺ എടുത്തതിന് പിന്നാലെ ഈ വീട് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് തിരിച്ച് ലോൺ അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയാണിത്. ഇപ്പൊ ഈ കണ്ണിന് കാഴ്ച ഇല്ലാതിരിക്കുകയാണ്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് രാജി എന്ന് പറയുന്ന അമ്മയാണ്. ഈ വീടിന് ശരിക്കും ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ ഈ വീട് അതായത് ജപ്തിയായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങളിപ്പോ ഇന്ന് ഈ വീട്ടിൽ വരുമ്പോൾ ഈ അമ്മയുടെ വീട് ശരിക്കും പറഞ്ഞാല് ഈ ബാങ്കുകാർ തന്നെ വിൽക്കാനുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോവായിരുന്നു. ഇതൊന്നുമല്ല ഇതിനകത്ത് നടന്നിരിക്കുന്ന സംഭവം. അതായത് ഈ ബാങ്കിലെ ലോൺ അടയ്ക്കാനും അല്ലെങ്കിൽ ഈ വീട് തിരിച്ചു പിടിക്കാനും വേണ്ടിയിട്ട് ഈ രാജി എന്ന് പറയുന്ന വീട്ടമ്മ ചെയ്യാത്ത പണികളില്ല. എന്നുവെച്ചാൽ കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റം അവർ ചെയ്തു കഴിഞ്ഞു. മാത്രമല്ല ഈ അടുത്ത സമയത്തായിട്ട് എല്ലാവരും ചെയ്തതുപോലെ ഒരു ലക്കി ഡ്രോ കൂടി വെച്ചു കഴിഞ്ഞു. പക്ഷെ ചില ആൾക്കാർ, ചില വ്യക്തി, അതായത് ഈ രാജി എന്ന് പറയുന്ന അമ്മ ഈ വീട് വിൽക്കരുത് അല്ലെങ്കിൽ ഈ വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു മുതലെടുപ്പ് നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ആരായിരുന്നു അവർ പറ്റിച്ചവർ? അത് ഞാൻ ജനുവരി 20-ാം തീയതിയാണ് ജനുവരി 1-ാം തീയതി ഞങ്ങൾ ലക്കി ഡ്രോ വെച്ചു. 1000 രൂപ ടോക്കണിൽ ലക്കി ഡ്രോ വെച്ചിട്ട് പിന്നെ ആർക്കാണ് ഈ വീട് ലക്കി ഡ്രോയിൽ 1000 രൂപയ്ക്ക് ടോക്കൺ എടുക്കുന്നത് അവർക്ക് ഈ വീട് കൊടുക്കാന്നുള്ള രീതിയിൽ ലക്കി ഡ്രോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ നടത്തുന്ന ഒരു നിയമപരമായി പിന്നീടാണ് നിർത്തിവെച്ചത്. അങ്ങനെ ഇവര് ജനുവരി 1-ാം തീയതി ഞങ്ങൾ ഇത് തുടങ്ങി. ജനുവരി 20-ാം തീയതി വിളിച്ചിട്ട് പറഞ്ഞ് ബാലരാമപുരത്ത് കോൺഗ്രസ് നേതാക്കളെന്നും പറഞ്ഞുകൊണ്ട്, പ്രേമലത എന്നും പറഞ്ഞുകൊണ്ട് 17 പേര് ചേർന്നും കൊണ്ട് ഈ വീട് എനിക്ക് എടുത്തു തരാമെന്നും ഈ ലക്കി ഡ്രോ നിങ്ങൾ നിർത്തിവെക്കണമെന്നും പറഞ്ഞ് പിറ്റേന്ന് ജനുവരി 20-ാം തീയതി എന്നോട് ബാങ്കിൽ പോകാനും പറഞ്ഞു. ഞങ്ങൾ ബാങ്കിൽ ചെന്നു. ഞാൻ ബാങ്കിൽ ചെയ്യാതെ ഞാൻ അവിടെ ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കുകാരോട് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. സംസാരിച്ചു. അവരോട് പറഞ്ഞു ഇതേപോലെ ഞങ്ങൾ ഈ ലോൺ അടച്ച് തീർത്ത് ഈ വീട് അവർക്ക് എടുത്തു കൊടുക്കാം, ഈ ലക്കി ഡ്രോ നിർത്തി വെക്കാൻ ബാങ്കിൽ ഈ ഇപ്പം കിട്ടിയ പൈസ എല്ലാം ബാങ്കിൽ അടച്ചും കൊണ്ട് ഇത് അങ്ങനെ 2 ഗഡു അതിനകത്ത് അടയ്ക്കുകയും. അവരെന്താണ്, എന്ത് ഇന്റൻഷനോട് കൂടിയിട്ടാണ് അവർ എടുത്തു തരാന്ന് പറയുന്നത്? എന്താണ് അവരുടെ എന്റെ വീഡിയോ കണ്ടിട്ട് അവര് കോൺഗ്രസ് നേതാക്കളെന്നാ പറഞ്ഞത്. ബാലരാമപുരം ഏരിയ സെക്രട്ടറി പിന്നെ പ്രേമലത മാഡം എന്നാ പറഞ്ഞത്. ഞാൻ മാഡം എന്ന് തന്നെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അവര് ജനുവരി 20-ാം തീയതി തൊട്ട് ഞാൻ 20-ാം തീയതി ഞാൻ ലക്കി ഡ്രോ നിർത്തി വെച്ചു. 20 ദിവസം എടുത്തോളൂ. 128 ടോക്കൺ ആയപ്പോൾ വിളിച്ചു. കുറെ പേർക്കെല്ലാം കൊടുത്തു. ബാക്കി കുറച്ച് പേരുടെ പൈസ ബാങ്കിൽ അടയ്ക്കുകയും ചെയ്തു. അവരോടെല്ലാം ഞാൻ ഒരു അവധി പറഞ്ഞിരിക്കുകയും പലിശയ്ക്ക് എടുത്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ തന്നെ ഇവര് ഈ ജനുവരി 20-ാം തീയതി തൊട്ട് ഈ ഒരു വർഷക്കാലം വരെ ഇവര് എന്നോട് നിരന്തരമായിട്ട്, ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇവര് വെള്ളിയാഴ്ച വരെ അവർ അവധി പറയും. അങ്ങനെ ഞാൻ എന്നെയും വിശ്വസിപ്പിച്ചു, ബാങ്കുകാരെയും വിശ്വസിപ്പിച്ചു. ബാങ്കുകാരെടുത്ത് കഴിഞ്ഞ 20-ാം തീയതി വരെ അവർ പറഞ്ഞു നിർത്തി ബാങ്കിൽ പൈസ അടയ്ക്കുമെന്ന്. അവസാന ഘട്ടത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്നോട് പറയുന്നു എനിക്ക് ഇങ്ങനെ ഒരു പൈസ തരാനൊരു നിയമമില്ല, അത് സ്വന്തം പിന്നെ രക്തബന്ധത്തിലുള്ളവർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് കച്ചവടം ചെയ്യാൻ ഒരുപാട് തവണകൾ ആൾ വന്നപ്പോഴും ഞാൻ അവരെ വിളിച്ചു, അവിടെ ഇതേപോലെ ഞങ്ങൾക്ക് ഇങ്ങനെ കച്ചവടത്തിന് ആൾ വരുന്നുണ്ട്, ഞാനിതെന്തോ ചെയ്യേണ്ടെന്ന്. ഇല്ല, അത് ഞങ്ങൾ വാക്ക് പറഞ്ഞു, നിങ്ങളത് കച്ചവടം പറ്റിച്ചു. അവര് ഞങ്ങളെ നിരന്തരമായിട്ട് ഒരു രാത്രി അവസാനം എന്റെ ഭർത്താവിനോട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു അവധി പറഞ്ഞു. അന്ന് നമ്മളെടുത്ത് തരും. വെള്ളിയാഴ്ച രാത്രി 10 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു വിളിച്ചും പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, നിങ്ങൾക്ക് എടുത്ത് ഇത് തരാൻ അടയ്ക്കാനുള്ള പൈസ ഇല്ല, രക്തബന്ധത്തിലുള്ളവർക്ക് മാത്രമേ കൊടുക്കാനുള്ളൂ. എന്നിട്ട് ഞാനിപ്പോ അങ്ങോട്ട് പൈസ അടയ്ക്കണം, പൈസ അടച്ചാൽ എനിക്ക് അവരിങ്ങോട്ട് പൈസ തരാമെന്നും പറഞ്ഞു. അവരെടുക്കുന്ന ലോണിലങ്ങാണ്ട് എന്നെ കൊണ്ട് പൈസ വെപ്പിച്ചുകൊണ്ട് എനിക്ക് എന്റെ പ്രൂഫ് എല്ലാം ഇട്ട് കൊടുക്കാനും അവരുടെ കുറെ വീഡിയോസും അവർ ചേർന്ന ഒരു കമ്മിറ്റിയുടെ ഇതുമെല്ലാം ഇട്ട് തന്നും കൊണ്ട്. എത്ര രൂപയാണ് ഇങ്ങോട്ട് തരാന്ന് പറയുന്നത്? അവര് പറയുന്നത് 3 കോടി രൂപ തരാമെന്നാ പറയുന്നത് കോൺഗ്രസ്. അതായത് ആന്റി ആദ്യം ഇവർക്ക് പൈസ ഇട്ട് കൊടുക്കണം, അപ്പോഴത്തേക്ക് 3 കോടി രൂപ തരാമെന്നോ? അവര് ഈ അവസാന ഘട്ടത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വിളിച്ചിട്ട് പറയാം അവരിങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. അവർ 10-20,000 പേര് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് പൈസ പ്രധാനമന്ത്രിയുടെ ആണെന്നാ പറയുന്നത്. ഇത് മൊത്തം കോൺഗ്രസ് എന്തെങ്കിലും പറഞ്ഞ അവര് പറയാം ഇതൊരു കോൺഗ്രസ് നേതാക്കന്മാര്, കോൺഗ്രസിന്റെ ആളുകളാണ്, ഞങ്ങൾ പറ്റിക്കത്തില്ല അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ഈ 1 വർഷക്കാലവും പറ്റിച്ച്. ഇന്നിപ്പോ ബാങ്കുകാരിപ്പം ഇത് വേറെ ആൾക്ക് വിൽക്കുക, വീട് ലേലത്തിലായി.
കോടതിയിൽ ഞാൻ 10 തവണ അവധി പറഞ്ഞു ഇവരുടെ വാക്ക് കേട്ടോണ്ട്. കോടതി പറയുന്ന മൊത്തം ബാങ്കുകാരും കോടതിയും കേട്ടു. ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച 20-ാം തീയതി വരെ അവർ പറഞ്ഞ അവധി ഞാൻ കോടതി പറഞ്ഞു. ഇപ്പൊ അവര് പറയുന്നത് അവർക്ക് ഓപ്ഷൻ ഇല്ല, നമുക്ക് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇപ്പൊ ഞാൻ അങ്ങോട്ട് 6,000 രൂപ അടച്ചാൽ എനിക്ക് 3 കോടി രൂപയുടെ പലിശ ഇപ്പൊ ഈ ചൊവ്വാഴ്ച കിട്ടുമെന്ന് അവർ പറയുന്നത്. എല്ലാ ബാങ്കും ഞാൻ ഇവരോട് സംസാരിക്കാമെന്ന് എന്റെ ആധാർ ഐഡന്റി കാർഡ് പ്രൂഫ് എല്ലാം ഇട്ട് കൊടുത്തു. എന്നെ കൊണ്ട് ഇടിയിപ്പിച്ചവര്. എന്നിട്ട് നമ്മളൊന്നും പറയുന്നവർ കേൾക്കാൻ നിൽക്കത്തില്ല, അവര് നമ്മളെ ഇങ്ങോട്ട് ചീത്ത വിളിക്കും. ഇപ്പൊ അപ്പൊ ഏതായാലും വലിയ രീതിയിൽ ഈ ആന്റിക്ക് വലിയ രീതിയിലുള്ള ചീറ്റിംഗ് നടന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം. കാരണം ഈ കഴിഞ്ഞ 1 കൊല്ലമായി ഈ കഴിഞ്ഞ ലക്കി ഡ്രോ നിയമപരമായി നിർത്തുന്നതിന് മുൻപ് വളരെ ആക്റ്റീവായി തന്നെ ഈ ലക്കി ഡ്രോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇവരുടെ ഒരു കോള് വരുന്നത്. വളരെ ആസൂത്രിതമായി തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ലക്കി ഡ്രോ നിർത്തിവെക്കാൻ പറയുന്നു. എന്നിട്ട് അതിനുള്ള ഫണ്ട് ഇവർ കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഏകദേശം 1 വർഷത്തോളം ഈ അമ്മയുടെ സകലമാന എന്നുവെച്ചാല് സാമ്പത്തിക അവസ്ഥയാവട്ടെ മനോനിലയാവട്ടെ ഒക്കെ തന്നെ തകർത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ടും തകർന്ന് ഒരു കണ്ണ് കാഴ്ച ഇല്ലാതായി ഇരുട്ടിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ സോപ്പ് പോലും വിൽക്കുന്ന ഒരു പണിക്ക് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു ചെറിയ തട്ടുകടയിട്ട് അവിടെ ദോശ വിൽപ്പന നടത്തുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് ജോലികൾ ചെയ്ത് അവർ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോഴും മാനസികമായി തകർക്കുന്ന ചില ആൾക്കാരാണ്. എന്നിട്ട് കോൺഗ്രസിന്റെ പേരുമാണ് പറയുന്നത്. ഏതായാലും ബാലരാമപുരത്തുള്ളവരാണെന്നാണ് പറയുന്നത്. ഇവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക. എന്തിനാണ് ഇങ്ങനെ ആളുകളോട് വിശ്വാസവഞ്ചന കാണിക്കുന്നത്? അപ്പൊ നമുക്ക് ഏതായാലും ഇവരോടൊന്നും നമുക്ക് സംസാരിക്കണ്ടേ? സംസാരിച്ചു. അവരോട് സംസാരിച്ചപ്പം വേണ്ടി വിളിച്ചും ഫോൺ എടുക്കുന്നില്ല. വേറെ അനീതിയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ അവർ ഇന്നലെ വരെ ഈ 6,000 രൂപ ഇട്ട് തന്ന് തിരികെ എന്റെ ജീവിതത്തിൽ ഇവര് അത്രത്തോളം ഞങ്ങളെ പ്രതീക്ഷ തന്ന് വിറ്റ് പോയെങ്കിലും ലക്കിട്ട് പോയി നടത്തിയെങ്കിലും നമുക്ക് വിഷമമില്ലായിരുന്നു. അത്രത്തോളം പ്രതീക്ഷ തന്നിട്ട് അവർ ഇത്രയും നമ്മളെ ഇതാക്കിയത്. എന്തെങ്കിലും പറഞ്ഞാൽ ചെറിയ ഞാനിവിടുത്തെ കമ്മിറ്റി അംഗം ബാലരാമപുരത്ത് പ്രേമലത എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്ന മാഡം അവരാണ്. നമ്മളോട് പ്രേമലത എന്ന് പറയുന്ന മാഡത്തിനെ അറിയാൻ പറ്റും. ഇപ്പൊ അവരുടെ അനീതി എന്നും പറഞ്ഞ് അവര് വിളിപ്പിക്കുന്നുണ്ട്. അവര് നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞു വന്നവര് അവരെതിരായിട്ട് പറയുമല്ല. നമ്മൾ ഒരിക്കലും നമ്മളൊരാളെ നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞൊരിക്കലും ഇതല്ല. ഇതൊരു നിസ്സാര കാര്യമല്ല. എന്റെ ജീവിതങ്ങളും കൂടിയായിരുന്നത്. അതിൽ നിന്ന് കിട്ടിയാൽ എന്തെങ്കിലും അത് വിറ്റ് പോരുന്നെങ്കിൽ എനിക്കൊരു കാഴ്ചക്ക് എന്റെ ചികിത്സയ്ക്കുള്ള പൈസ കിട്ടുമായിരുന്നു. ഒന്നും ഇല്ലാതെ എന്നെ പെരുവഴിയിലാക്കി. ഇപ്പൊ അവരിപ്പോ ഇതെല്ലാം നിർത്തി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച്. ഹലോ, പ്രേമലതയാണോ? അതെ, നമസ്കാരം മാഡം. ഞാനിത് വിസ്മയ ന്യൂസ് എന്ന് വിളിക്കുകയാണ്. വിസ്മയ ന്യൂസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കൊല്ലത്ത് വെളിയത്തുള്ള രാജി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ ഒരു ലക്കി ഡ്രോ സ്റ്റോപ്പ് ചെയ്തിട്ട് അവർക്ക് പൈസ എടുത്ത് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പൈസ എടുത്ത് കൊടുക്കാം, ലക്കി ഡ്രോ അവർ നടത്തിക്കൊണ്ടിരുന്ന ലക്കി ഡ്രോ സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചോളമണ്ഡല ഫിനാൻസിന് ലോൺ എടുത്ത രാജി എന്ന് പറഞ്ഞൊരു ചേച്ചിയായിരുന്നു, ജപ്തി ആയിരിക്കുന്ന ഒരു വീടിന്റെ. അതൊന്നും എനിക്കറിയത്തില്ല. ഒരു ട്രസ്റ്റിന്റെ നമുക്കൊരു ലോൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കും. അവരുടെ വീട് നഷ്ടപ്പെട്ടു പോവുകയാണ്. യൂട്യൂബിൽ ഞാൻ കണ്ടതാണ്. ജനുവരി 22-ാം തീയതി ഉണ്ടോ? കഴിഞ്ഞ 1 വർഷമായില്ലേ സംഭവം നടന്നിട്ട്? ഞാൻ പറഞ്ഞ ആദ്യം കേൾക്കണം മാഡം. ഞങ്ങൾ ഒരാളെ സഹായിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് പണി ചെയ്യരുത്. പറയണ കേൾക്കണം, ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഞാനിവിടെ വയ്യാണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങില്ല. അപ്പം യൂട്യൂബിൽ ഇങ്ങനെ കണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് ആ ഫോൺ നമ്പറിൽ ചാനലുകാരോട് സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ കേട്ടു. ഒരാളെ സഹായിക്കാം, ഒരാൾ മാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ ചെയ്യാന്ന് പറഞ്ഞപ്പോ പിന്നെ അവര് ഒരുമാതിരിയിട്ട് എല്ലാവരെയും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് എങ്ങനെ സഹായിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്? ഞങ്ങളെല്ലാ ഗ്രൂപ്പിലുള്ള എല്ലാരും കൂടെ ആയിട്ട് 1,00,000 രൂപ എടുത്തിട്ട് അവരുടെ വീട് തിരിച്ചെടുത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനുള്ള ഫണ്ടൊക്കെ? നിങ്ങളുടെ ഫണ്ട് എങ്ങനെയാ വരുന്നത്? ഞങ്ങളെ ഫണ്ടും കൊണ്ടുപോലെ പറഞ്ഞു. ഞങ്ങൾക്ക് ട്രസ്റ്റിന്റെ അതിന്റെ ഒരു ലോണുണ്ട്. അതാണ് പറഞ്ഞത്. ആ ലോൺ എല്ലാവർക്കും അനുവദിക്കും കിട്ടുമ്പോഴത്തേക്കും ഞാനും വിചാരിച്ച് 10-15 വരെ ആയിട്ട് ഞങ്ങൾ 1,00,000 രൂപ തമ്മിൽ വാങ്ങിയിട്ട് അവരൊക്കെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ അതന്നെ. ഈ ലോൺ എവിടുന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഏത് ബാങ്കാണ് അത്? ബാങ്കൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിൽ പോകണം. അതിന്റെ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ നിങ്ങൾ തന്നെ വ്യക്തമല്ലാത്ത രീതിയിൽ ഇവരോട് പറയുമ്പോ പിന്നെ അവരെങ്ങനെ വിശ്വസിക്കുക? ഇത് 1 വർഷം ഞാൻ പറഞ്ഞ കേട്ടിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോ അവർക്ക് 5,000 രൂപ കൊടുത്തിട്ട് ഇതിൽ അങ്ങാവാൻ പറഞ്ഞപ്പോ അവർക്ക് മനസാക്ഷി. 5,000 രൂപ പോയിട്ട് ഞാൻ ചോദിക്കട്ടെ, 5,000 രൂപ പോയിട്ട് ആ ആന്റിയുടെ ലക്കി ഡ്രോ എന്ന് പറയുന്ന ഒരു അവസ്ഥ അവർക്കറിയാം. ഒരു മനുഷ്യന്റെ നെല്ലിപ്പലക കാണുമ്പോഴാണ് അവരത്ര. അപ്പൊ പിന്നെ വെറുതെ എന്ത് വിശ്വാസത്തിന്റെ ഏത് ബാങ്ക് ആണെന്നെങ്കിലും നിങ്ങൾക്ക് പോലും അറിയില്ല. അപ്പൊ പിന്നെ എന്ത് വിശ്വാസത്തിലാണ് അവർ പൈസ തരുന്നത്?
ഞാൻ ഒരു സെക്കൻഡ് ചോദിക്കട്ടെ, ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കണം, ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കണം, എനിക്ക് ചെക്കപ്പ് ആണ്, ബോഡി ചെക്കപ്പ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ഇത്രയും എല്ലാവരെയും ഫോണിൽ കൂടെയുള്ള പരിചയം ഇതൊക്കെയാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ ബന്ധപ്പെട്ട് എന്റെ ഗ്രൂപ്പിന്റെ ലീഡർ അവരെയൊക്കെ സംസാരിച്ചു. ടോട്ടൽ എത്ര രൂപയാണ് നിങ്ങൾക്ക് ലോൺ കിട്ടുന്നത്? അത് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല, നിങ്ങളോട് നിങ്ങൾ അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞങ്ങളിപ്പോ ആ കുട്ടി കള്ളത്തനാണെന്ന് മനസ്സിലായി. എന്താ ഒരുമാതിരി അയാളെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞെന്ന് അറിയാം, 5000 രൂപ ഞങ്ങൾ അടച്ചിട്ട് എത്ര നാൾ ഇരിക്കണം. അപ്പൊ ഞങ്ങൾ എത്ര നാളും ഒരു പരിചയത്തെ മനസാക്ഷിയുടെ പേര് ഞങ്ങൾ എല്ലാവരും ഒരു വീടെടുത്ത് കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഇന്നലെ ആധാർ കാർഡോ ID കാർഡോ എന്തെങ്കിലും കഴിഞ്ഞ ദിവസം ഈ രാജി എന്ന് പറഞ്ഞ ചേച്ചി അയച്ചു തന്നിരുന്നോ? അയച്ചു തന്നിട്ട് ഫലമില്ല. പൈസ അവിടെ അയച്ചാൽ മാത്രമേ അവർ അപ്ലോഡ് ആക്കുകയുള്ളൂ. അത് ആദ്യം ചിന്തിക്കണം. നിങ്ങൾ മേഡം, ഞാൻ ചോദിക്കട്ടെ, മേഡം ഒരു ലോണിന് കൊടുക്കുകയാണ്, വെറും പേപ്പറുകൾ മാത്രം കോപ്പികൾ കൊടുക്കാൻ മാത്രം മതിയാവും? അല്ല, ഒരു വർഷത്തോളം ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഒരു സംരംഭം തുടങ്ങാൻ പോകുന്ന ലോണോ അല്ലെങ്കിൽ എന്ത് ലോണോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അത് ഏത് ബാങ്കാണെന്ന് പോലും അറിയത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് അവർ വിശ്വസിക്കുക? അതാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തരൂ. ഇപ്പം എനിക്കത് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്റെ മേഡം സെക്രട്ടറിയാണ് ഇതിന്റെ ആൾക്കാര്. അവര് നല്ലവണ്ണം പരിചയപ്പെട്ട് സംസാരിച്ചതാണ് മൊബൈൽ കൂടെ. പക്ഷെ അവരുടെ അല്ല, കോൺഗ്രസിന്റെ നേതാക്കളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രേമലത എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ബാലരാമപുരം ഏരിയ സെക്രട്ടറി ആണോ സംസാരിക്കുന്നത്? ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? പിന്നെ നിങ്ങൾക്ക് ഡെസിഗ്നേഷൻ എന്താണ് നിങ്ങളുടെ? നിങ്ങൾ കോൺഗ്രസിന്റെ ആരാണ്? ഞാൻ ആരുമല്ല. നിങ്ങൾ വെക്കും, ഞാൻ ചെക്കപ്പിനൊക്കെയാണ് വിളിക്കേണ്ടത്. ഞാൻ പിന്നെ പ്രേമലത എന്നാണോ പേര്? ഇല്ല, വെച്ചേക്ക്. നിങ്ങൾ വെക്കണം. എന്തിനു വെക്കണം? നിങ്ങൾ വ്യക്തമായിട്ട് മറുപടി പറയൂ. കണ്ടോ, അവര് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ പെട്ടെന്നാണ് അവര് ഓൾറെഡി അവര് ഭയങ്കര പ്രൊവോക്ഡ് ആയിട്ട് അവര് കോള് കട്ട് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റിയത്, ശരിക്കും പറഞ്ഞാൽ ഒന്നാം തരം ഒരു തട്ടിപ്പിന് ഇരയായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വലിയ രീതിയിൽ സങ്കടം തോന്നുന്നുണ്ട്. ചില മനുഷ്യരെയൊക്കെ ഇങ്ങനെ ഒരു വർഷം കൊണ്ട് ഇങ്ങനെ അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ മൊത്തം മുട്ടിച്ചുകൊണ്ട് അവരുടെ വഴി മുടക്കിക്കൊണ്ട് ചില ആളുകൾ ഇങ്ങനെയുണ്ട്. ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം പറഞ്ഞുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു തട്ടിപ്പ് നടത്താനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വാർത്ത പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം. ആരിലേക്കും ഇത്തരം ചതിക്കുഴിയിലേക്കൊന്നും ആര് ചെന്ന് പെടാതിരിക്കട്ടെ. ഇത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, ഒരുപാട് പേര് ഇത്തരത്തിൽ ചതിക്കുഴിയിൽ പെട്ടിട്ടുണ്ട്. അവർക്കാർക്കും പുറത്തു പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ബാങ്കുകാരെ ഞങ്ങൾ ഒരു വർഷക്കാലം ഇത് ജപ്തിയായ വീടാ, എന്നിട്ട് പോലും ബാങ്കുകാർ നമ്മൾ ഇവരുടെ വാക്ക് കേട്ടുകൊണ്ടാണ് ഇത് നമ്മളെ പിടിച്ചു നിർത്തിയത്. ബാങ്കുകാരും കേട്ടു, ഇവരുടെ വാക്ക് ബാങ്കുകാരും കേട്ടു. അവരെല്ലാം റെക്കോർഡും ഉണ്ട്. അവരിതെല്ലാം പറയുന്ന എല്ലാം കേട്ടോണ്ടിരിക്കുക. ഇപ്പോഴും പറയുന്ന എന്റെ ഭർത്താവ് 5000 രൂപ എടുത്താൽ ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്ന് ചോദിച്ച ഒരു ചോദ്യം മാത്രമാണ് അവരത് എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ 5000 പോയിട്ട് 5 രൂപ പോലും എടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല. കാരണം അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കാൻ 5000 രൂപ മേടിച്ചു കൊടുക്കാനുള്ളൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ കടയിലെല്ലാം ചെയ്യുന്നത് അന്നെന്നുള്ളത് കൊണ്ട് അന്നുള്ള കാര്യങ്ങൾ നടത്തുന്നത്. ഇവരിപ്പോ പറഞ്ഞ കള്ളത്തരം കോൺഗ്രസിന്റെ നേതാക്കളാണെന്നും കോൺഗ്രസിന്റെ തന്നെ ബാലരാമപുരം ഏരിയ കമ്മിറ്റി അംഗങ്ങളാണെന്നും പൂർണ്ണമായിട്ടും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് അത് ആ കോൺഗ്രസ് എന്നൊരു വാക്കിനെയാണ് ഞാൻ യഥാർത്ഥത്തിൽ വിശ്വസിച്ചത്. ഇത്രയും ഇതായിട്ട് ഈ കോൺഗ്രസ്സുകാരെല്ലാവരും കേൾക്കാൻ വേണ്ടി തന്നെ പറയുക, ഇത് കോൺഗ്രസിന്റെ അവർ അന്വേഷിച്ചോളാൻ പൂർണ്ണമായിട്ടും പറഞ്ഞതുകൊണ്ടുമാണ് എല്ലാവരോടും അവരിങ്ങനെ തന്നെ പറഞ്ഞിരുന്നത്. ഏതായാലും ബാലരാമപുരത്തെ കോൺഗ്രസ് ഏരിയ കമ്മിറ്റി എന്ന പേരിലാണ് ഈ ഒരു വ്യക്തി, പ്രേമലത എന്നാണ് അവരുടെ പേര് പറയുന്നത്. അത്തരം ആൾക്കാരൊക്കെ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ ഫേക്ക് ആണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ആളുകളെ നിയമത്തിന്റെ മുൻപിൽ എത്തിക്കുക. ക്യാമറമാൻ അഗ്നി ജുവലിനൊപ്പം ബിൽവനിത്സൻ, വിസ്മയ ന്യൂസ്.